പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 29 ഞായർ. പ്രധാന വാർത്തകൾ. ഒമാനിൽ കൊടും തണുപ്പ് തുടരുന്നു. തണുത്ത കാറ്റും ശക്തമാണ്. മരുഭൂപ്രദേശങ്ങളിൽ കനത്ത പൊടിക്കാറ്റും നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തണുപ്പ് മൂലം ജനജീവിതം ദുസ്സഹമായി. ഉച്ചസമയങ്ങളിലടക്കം തണുപ്പ് വർദ്ധിച്ചതോടെ ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ചു. ഓഫീസുകളും മറ്റു സ്ഥാപനങ്ങളും വാരാന്ത്യ അവധി ആയതിനാൽ ഷോപ്പിങ്ങിനും മറ്റും ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങുന്ന പതിവ് തെറ്റിച്ച് ആളുകൾ കൂടുതൽ സമയം വീടുകളിലിരുന്നു. ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മഴയും പെയ്തു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും താപനിലയിൽ വലിയ കുറവുണ്ടായി. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായത്. സൈക്കിലാണ് ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്, 2.8 ഡിഗ്രി സെൽഷ്യസ്. ബിതിയയിലും അൽഖാബിലും ഫഹൂദിലും യങ്കലിലും നിസ്വയിലും മസ്നൂനയിലും മുഖ്ഷിനുമെല്ലാം തണുത്തുവിറയ്ക്കുന്ന കാലാവസ്ഥയാണ്. ശനിയാഴ്ച 12.6 ഡിഗ്രിയിൽ താഴെയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. മസ്കത്ത് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തു. പുലർച്ചെ സമയത്താണ് തണുപ്പ് അതികഠിനമാകുന്നത്. തണുപ്പ് ശക്തിയാർജിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. പാർക്കുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിൽ ജനം തീരെ കുറവായിരുന്നു. പുറത്തിറങ്ങിയവർ തന്നെ തണുപ്പ് പ്രതിരോധിക്കാൻ ജാക്കറ്റുകളും കമ്പിളി വസ്ത്രങ്ങളും അണിഞ്ഞാണ് കണ്ടത്. താപനില കുറയുകയും ഊഷ്മാവ് -ഡിഗ്രി വരെ എത്തുകയും ചെയ്തതോടെ ജബൽ അഖ്ദറിലും ജബൽ ഷംസിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു. കൊടുംതണുപ്പ് സീസണിലാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ജബൽ അഖ്ദറിൽ എത്തുന്നത്. ശൈത്യകാലത്ത് ഈച്ച, കൊതുക്, എലി തുടങ്ങിയവയുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കാനും വീടുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും അധികൃതർ താമസക്കാരോട് ആവശ്യപ്പെട്ടു. പരിസരങ്ങൾ വൃത്തിയായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. തെറ്റായ മാലിന്യ നിർമ്മാർജ്ജനം, മൂടിയില്ലാത്ത ഭക്ഷണം, കെട്ടിക്കിടക്കുന്ന വെള്ളം, വീടിനുള്ളിൽ ചൂട് തേടുന്ന കീടങ്ങൾ എന്നിവയാണ് തണുപ്പുള്ള മാസങ്ങളിൽ ഈച്ചകൾ, കൊതുകുകൾ, എലികൾ എന്നിവയുടെ പ്രവർത്തനം വർദ്ധിക്കാൻ കാരണം. ഈ അവസ്ഥകൾ കീടങ്ങളെ ആകർഷിക്കുക മാത്രമല്ല ആരോഗ്യപരമായ അപകടസാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് മുനിസിപ്പാലിറ്റി എടുത്തു പറഞ്ഞു. ഇതിന് പരിഹാരമായി മുനിസിപ്പാലിറ്റി ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എല്ലാ ദിവസവും മാലിന്യം നീക്കം ചെയ്യുക. ശരിയായ മാലിന്യ സംസ്കരണം കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. കെട്ടിടങ്ങളിലും പരിസരങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യുക. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കും. താമസ കെട്ടിടങ്ങളിലും തൊഴിലിടങ്ങളിലും വായു സഞ്ചാരം മെച്ചപ്പെടുത്തുക. ജാലകങ്ങൾ തുറക്കുന്നത് ഇൻഡോർ വായുവിനെ പുതുക്കുകയും കീടങ്ങളെ തടയുകയും ചെയ്യും. ശുചിത്വം പാലിക്കുക. ശുചിത്വം പാലിക്കുന്ന വ്യക്തി പരിധിവരെ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതനാകും. എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങൾ പരിശോധിക്കുക. ഈർപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള ചോർച്ച തടയുക. കൊതുകുകൾ വരാതിരിക്കാൻ ജാലകങ്ങളിൽ വലകളും സ്ക്രീനുകളും ഉപയോഗിക്കുക. കീടനാശിനി ഉപയോഗിക്കുക. ദേശീയ സാംക്രമികേതര രോഗങ്ങളുടെ ദേശീയ സർവേക്ക് ഇന്നു മുതൽ തുടക്കമാകും. 2 ഘട്ടങ്ങളായാണ് നടപ്പാക്കുകയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സാംക്രമികേതര രോഗങ്ങളുടെ അപകടസാധ്യത കുറയ്ക്കുന്നതിലും രോഗപരിപാലനം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സർവേ. 15 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരും താമസക്കാരും ഫീൽഡ് വർക്ക് ടീമുകളുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അഭ്യർത്ഥിച്ചു. ദേശീയ തലത്തിലും ആഗോളത്തിലും ആരോഗ്യ മേഖലകൾക്ക് വെല്ലുവിളിയായി തുടരുന്നതും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതുമായ പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ, അർബുദം എന്നിവയുൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട അപകട ഘടകങ്ങളെക്കുറിച്ചും കൃത്യവും സമഗ്രവുമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് സർവേ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിലവിലെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്താനും മുൻഗണനകൾ നിശ്ചയിക്കാനും കഴിയും. NCDകൾ തടയുന്നതിനും അവയുടെ ബന്ധപ്പെട്ട ആരോഗ്യ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള നൂതന ആരോഗ്യ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമായി ഈ ഡാറ്റ ഉപയോഗിക്കാം. പങ്കാളിത്തം നിലവിലെയും ഭാവിയിലെയും തലമുറകളുടെ ജീവിത നിലവാരം
മെച്ചപ്പെടുത്തുന്നതിനും ഒമാന്റെ ഭാവി കാഴ്ചപ്പാട് കൈവരിക്കുന്നതിന് പൊതുജനാരോഗ്യത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നതിനുമുള്ള ചുവടുവയ്പ്പാകും. വാണിജ്യ വ്യവസായ രംഗങ്ങളിൽ ആഗോള പങ്കാളിത്തങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഏഷ്യൻ രാജ്യങ്ങളും അറബ് ലോകവും മറ്റു പ്രദേശങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെയും വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന്റെയും സാധ്യതകൾ വിലയിരുത്തി ഏഷ്യൻ അറബ് ബിസിനസ് ഫോറം 2024 മസ്കത്തിലെ കോളേജ് ഓഫ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റഡീസിൽ നടന്നു. ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച പരിപാടി പങ്കാളിത്തം വളർത്തുന്നതിനും ഒന്നിലധികം മേഖലകളിൽ പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഒമാന്റെ തന്ത്രപരമായ പങ്ക് എടുത്തുകാട്ടി. ഏഷ്യൻ അറബ് ചെയർമാൻ ഡോക്ടർ സന്തോഷ് ഗീവർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഫോറത്തിൽ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻവെസ്റ്റ് ഒമാൻ ഡയറക്ടർ ജനറൽ നസീമ ബിൻത് യഹിയ അൽ ബലൂച്ചി, സുൽത്താനേറ്റിലെ ബ്രൂണൈ ദാറുസ്സലാം അംബാസഡർ നൊറാലിസിൻ അബ്ദുൽ മോമിൻ, ഇന്ത്യൻ സാമ്പത്തിക വാണിജ്യ സംഘടനയുടെ ഗ്ലോബൽ പ്രസിഡന്റും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഗ്ലോബൽ പ്രസിഡന്റുമായ ഡോക്ടർ ആസിഫ് ഇക്ബാൽ, ഗ്രീസിനെ പ്രതിനിധീകരിച്ചുള്ള ഓണററി കോൺസുലർ ഡോക്ടർ ഏലിയാസ് നിക്കോലാക്കോ പൗലോസും പങ്കെടുത്തു. ഇലക്ട്രോണിക് പേയ്മെന്റ് ഇടപാടുകൾക്ക് ബാങ്കുകൾ ഏർപ്പെടുത്തുന്ന ഫീസിൽ സുതാര്യത വേണമെന്ന് മജ്ലിസ് ശൂറ സാമ്പത്തിക സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനിലെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾക്കായി കട ഉടമകൾക്ക് ബാങ്ക് ചുമത്തുന്ന ഫീസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു. ബിസിനസ് പ്രക്രിയകൾ സുഗമമാക്കുന്നതിന് ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും സമിതി ചൂണ്ടിക്കാണിച്ചു. മജ്ലിസ് ശൂറ സാമ്പത്തിക സമിതി തലവൻ അഹമ്മദ് അൽ ഷർക്കി യോഗത്തിന് കാർമ്മികത്വം വഹിച്ചു. വിവിധ ഭാഗങ്ങളിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ വിദേശികൾ അറസ്റ്റിൽ. അനധികൃതമായാണ് ഇവർ രാജ്യത്തേക്ക് പ്രവേശിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. കടൽ വഴിയാണ് സംഘങ്ങളായി മയക്കുമരുന്നുമായി എത്തിയത്. വൻതുകയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. എന്നാൽ അതിർത്തി വഴി ഉൾപ്പെടെ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിച്ച ഏഷ്യൻ വംശജരെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസങ്ങളിൽ നുഴഞ്ഞുകയറുന്നതിനിടെ പിടികൂടിയ വിദേശികളെ നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തി. എഴുത്തുകാരൻ MT വാസുദേവൻ നായർ, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ത്യൻ മീഡിയ ഫോറം മസ്കത്ത്. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് യോഗം അനുസ്മരിച്ചു. സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെയും ക്ഷേമ പദ്ധതികളിലൂടെയും ജനജീവിതങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലോക സാഹിത്യത്തിൽ മലയാളത്തിന് മേൽവിലാസം ഒരുക്കിയാണ് വ്യാഖ്യാത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ വിട പറഞ്ഞതെന്നും യോഗം അനുസ്മരിച്ചു. അക്ഷരപ്രിയരായ മലയാളികളുടെ മനസ്സിൽ MT എന്ന ദ്വയാക്ഷരം സമ്മാനിച്ചത് വായനാനുഭവങ്ങളുടെ പുതുലോകത്തെയാണ്. മനുഷ്യന്റെ മനോവ്യഥകളെ വാക്കുകളിലൂടെ ഭാവതീവ്രമായി തലമുറകളിലേക്ക് പകർന്നു നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.